പലസ്തീൻ ജനതയ്ക്കെതിരെ വീണ്ടും വിവാദ പ്രസ്താവനയുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭരണസഖ്യത്തിലെ തീവ്ര വലതുപക്ഷ നേതാവും ദേശീയ സുരക്ഷാ മന്ത്രിയുമായ ഇറ്റാമർ ബെൻഗ്വിർ. ഗാസയിൽ എല്ലാ രാത്രിയിലും 30 മുതൽ 40 വരെ ആളുകളെ വധിക്കണമെന്ന് അദ്ദേഹം പരസ്യമായി ആവശ്യപ്പെട്ടു. ഗാസയിലെ ആക്രമണങ്ങളുടെ വ്യാപ്തി കുറച്ചതിലുള്ള തന്റെ വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. തീവ്രവാദികൾ ഒഴികെയുള്ള പലസ്തീനികളെ ഗാസയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് കൂട്ടത്തോടെ നാടുകടത്തണം. ഗാസ പൂർണ്ണമായും ഇസ്രയേൽ കയ്യേറണം. ഇവിടെ കുടിയേറ്റങ്ങൾ നടത്തണം. ഇസ്രയേലിന് ഭീഷണി ഉയർത്തുന്നവരെയും ജീവിച്ചിരിക്കാൻ അർഹതയില്ലാത്ത മറ്റ് ആളുകൾക്കെതിരെയും എല്ലാ രാത്രികളിലും ആക്രമണം നടത്തണം. ഗാസയിലെ ജനങ്ങൾ മനുഷ്യർ പോലുമല്ലെന്നും ജീവിക്കാൻ അർഹരല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സൈന്യത്തിന്മേൽ ബെൻഗ്വിറിന് നേരിട്ട് അധികാരമില്ല. എന്നാൽ ഇസ്രയേൽ ദേശീയ പോലീസിന്റെയും പലസ്തീൻ തടവുകാരുള്ള ജയിലുകളുടെയും ചുമതല ഇദ്ദേഹത്തിനാണ്. രാജ്യത്തെ ഏറ്റവും സ്വാധീനമുള്ള നേതാക്കളിൽ ഒരാളാണ്. മുമ്പും വംശഹത്യയെ പിന്തുണയ്ക്കുന്ന പ്രസ്താവനകളുടെ പേരിൽ കടുത്ത വിമർശനം നേരിട്ടിട്ടുള്ള ബെൻഗ്വിറിന്റെ ഇപ്പോഴത്തെ പ്രതികരണം ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന ഇസ്രയേൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയാണെന്നും വിലയിരുത്തപ്പെടുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വലിയ ആഘോഷത്തോടെ മുന്നോട്ട് വെച്ച ഗാസ സമാധാന പദ്ധതി പൂർണ്ണമായും തള്ളിക്കളഞ്ഞ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിയിരുന്നു. പലസ്തീൻ സായുധ സംഘടനയായ ഹമാസ് പൂർണ്ണമായും നിരായുധീകരിക്കപ്പെടുന്നതുവരെ ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യത്തെ ഒരു കാരണവശാലും പിൻവലിക്കില്ലെന്ന് നെതന്യാഹു തുറന്നടിച്ചു. പശ്ചിമേഷ്യയിൽ ട്രംപിന്റെ നേതൃത്വത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് അമേരിക്കയെ പോലും ഞെട്ടിച്ചുകൊണ്ട് കടുത്ത നിലപാടുമായി ഇസ്രയേൽ രംഗത്തെത്തിയത്. കഴിഞ്ഞ മാസം ഹമാസ് വരെ അംഗീകരിക്കാൻ തയ്യാറായ 15 സമാധാന പദ്ധതിയാണ് ഇസ്രയേൽ പൂർണ്ണമായും തള്ളിക്കളഞ്ഞത്. ഹമാസിന്റെ കയ്യിലുള്ള അവസാന തോക്കും നിരായുധീകരിക്കുന്നതുവരെ 1 സെന്റിമീറ്റർ പോലും ഗാസയിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് നെതന്യാഹുവിന്റെ നിലപാട്. ഇസ്രയേൽ സൈനികരുടെയും പൌരന്മാരുടെയും സുരക്ഷ മുൻനിർത്തിയുള്ള സൈനിക നടപടികൾ തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കയോട് തങ്ങൾക്ക് ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് നെതന്യാഹു തുറന്നടിച്ചു. അമേരിക്കയ്ക്ക് ചില നിർദ്ദേശങ്ങളൊക്കെയുണ്ട്. അതിൽ ചിലത് ഞങ്ങൾക്ക് സ്വീകാര്യമാണ്, എന്നാൽ ചിലത് അംഗീകരിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ നിലപാടിൽ മാറ്റമില്ലാതെ ഉറച്ചു നിൽക്കാൻ ഞങ്ങൾക്കറിയാം. ഇതായിരുന്നു നെതന്യാഹുവിന്റെ പ്രതികരണം. അതേസമയം വാഷിംഗ്ടണിനെ പ്രതിരോധത്തിലാക്കിയ നെതന്യാഹുവിന്റെ ഈ പരസ്യ നിലപാടിനോട് പ്രതികരിക്കാൻ വൈറ്റ് ഹൌസ് ഇതുവരെ തയ്യാറായിട്ടില്ല. ഇതിനു പുറമെ താൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം ഒരു പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാൻ അനുവദിക്കില്ലെന്ന കടുത്ത പ്രഖ്യാപനവും നെതന്യാഹു മന്ത്രിസഭാ യോഗത്തിൽ നടത്തി. പേരിനു മാത്രമുള്ള നിരായുധീകരണമല്ല തങ്ങൾക്ക് വേണ്ടതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ട്രംപിന്റെ 15 പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഹമാസിന്റെ കനത്ത ആയുധശേഖരങ്ങളും ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളും വിപുലമായ തുരങ്ക ശൃംഖലകളും തകർക്കുന്നതിനാണ് പ്രാധാന്യം നൽകിയിരുന്നത്. എന്നാൽ ട്രംപ് മുന്നോട്ട് വെച്ച പദ്ധതി പൂർണ്ണമായി നടപ്പാക്കാൻ തങ്ങൾ ഇപ്പോഴും തയ്യാറാണെന്ന നിലപാടിലാണ് ഹമാസ്. കഴിഞ്ഞ ദിവസം ടെലഗ്രാമിലൂടെ പുറത്തുവിട്ട പ്രസ്താവനയിലാണ് ഹമാസ് നിലപാട് വ്യക്തമാക്കിയത്. കരാർ ലംഘിച്ച ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ തടയാൻ മധ്യസ്ഥ രാജ്യങ്ങളും ഗ്യാരണ്ടി നിന്ന രാജ്യങ്ങളും അടിയന്തരമായി ഇടപെടണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ഒക്ടോബറിൽ പ്രഖ്യാപിച്ച വെടിനിർത്തൽ കരാർ നിലനിൽക്കെ തന്നെ ഗാസയിൽ ഇസ്രയേൽ സൈന്യം നിരന്തരം ബോംബ് വർഷണം തുടരുകയാണെന്നും അവർ ആരോപിച്ചു. ഗാസയിലെ സായുധ ഗ്രൂപ്പുകളെ പൂർണ്ണമായി നിരായുധീകരിക്കാൻ ലക്ഷ്യമിട്ട അമേരിക്കയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ബോർഡ് ഓഫ് പീസാണ് ഈ കരാറിന് പിന്നിൽ പ്രവർത്തിച്ചത്. 2026 ഫെബ്രുവരിയിൽ രൂപീകരിച്ച ഈ ബോർഡിൽ ഇസ്രയേലും വിവിധ അറബ് രാജ്യങ്ങളും ഉൾപ്പെടെ 40ഓളം രാജ്യങ്ങൾ അംഗങ്ങളാണ്. ചരിത്രപരമായ സമാധാന നീക്കമെന്ന് ട്രംപ് വിശേഷിപ്പിച്ച പദ്ധതിയാണ് ഇപ്പോൾ നെതന്യാഹുവിന്റെ പിടിവാശിയിൽ തകർന്നു വീഴുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.